നമ്മളൊക്കെ കുടുംബത്തിലെ പുരുഷനാണോ അതോ സ്ത്രീയാണോ മേധാവിത്വം വഹിക്കുന്നത്, എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത്? അത് പുരുഷന്മാരെ അധികം 90%. പിന്നെ സ്ത്രീകളുണ്ട് 10%. വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും തീരുമാനം എടുക്കുക, അങ്ങനെ ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇക്കാര്യത്തിലൊക്കെ പുരുഷന്മാർ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നതും തീരുമാനം എടുക്കുന്നതും. അത് ആത്മാർത്ഥമുള്ള ഭാര്യയാണെങ്കിൽ രണ്ടുപേരും കൂടി എടുത്താൽ അത് പുരുഷനറിയാതെ മുമ്പോട്ട് പോകും. അങ്ങനെയാണ് അതിൻ്റെ ഇത്. ഇപ്പോഴത്തെ ഏറ്റോട് പറഞ്ഞാൽ ഞാൻ തന്നെ പണിയാക്കാൻ പറയും എന്നുള്ളവർ ഞാൻ പറയാമല്ലോ. എടി ആ സാധനം എടുക്കുക, അല്ലെങ്കിൽ ആ പിള്ളേർക്ക് അത് അന്ന് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന് മറുപടി കിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ ഒരു 10-15% പെണ്ണുങ്ങളെ അങ്ങനെ വരും. ആ സ്നേഹം എന്ന് പറയുന്നില്ല, സ്നേഹം വേറെ ഉണ്ട്. സ്നേഹം എന്ന് പറയുമ്പോൾ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് സ്ത്രീകളെ സംബന്ധിച്ച് പുരുഷന്മാരെ സംബന്ധിച്ച് ഉള്ള സ്നേഹം, ഭാര്യയോടുള്ള സ്നേഹം പുരുഷന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഭാര്യയ്ക്ക് പുരുഷനോടുള്ള സ്നേഹം അല്ലെങ്കിൽ ഭർത്താവിനോടുള്ള സ്നേഹം മനസ്സിൽ കണ്ട പോരാ, പുറമെ പ്രകടിപ്പിക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാതെ നിങ്ങൾ പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ ഭാര്യയോട് ആത്മാർത്ഥമുണ്ട്, സ്നേഹമുണ്ട്. പക്ഷെ ഞാനത് പുറമെ കാണിക്കില്ല. കാണിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്നുമല്ല. കമലാസുരയെ പറഞ്ഞു കേട്ടിട്ടില്ലേ, സ്നേഹം പ്രകടമായി തന്നെ കിട്ടണം. അത് ആദ്യമായി അമൃതം വിഷമായിട്ട് വരും. കൊച്ചു പറഞ്ഞിടത്ത് ഞാൻ അങ്ങനെ യോജിക്കുന്നില്ല. പിന്നെ ഉണ്ട് എൻ്റെ ഞാനൊരു ചെറിയൊരു പ്രവർത്തകനാണ്, പാർട്ടി പ്രവർത്തകനാണ്. പല കാര്യങ്ങളും ഞാൻ ഇടപെടുന്നുണ്ട്. കുടുംബ വിഷയം, പോലീസ് സ്റ്റേഷൻ, മറിച്ചുള്ളതൊക്കെ ഇടപെടുന്നതിനാണ്. ഇപ്പം അല്ല, ഒരു 10 വർഷത്തിനപ്പുറം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു 80% സ്ത്രീകളിൽ നിന്നാണ് കുറ്റങ്ങൾ കാണുന്നത്. എന്നാൽ നമുക്കത് എന്തെങ്കിലും ചെടിയായി കാണിക്കണമെന്ന് എനിക്ക് ചോദിക്കേണ്ട കാര്യങ്ങളില്ല. അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് പുരുഷനെ വിളിച്ചേച്ച് പറയും, എടാ അത് പോരാ, ഇന്ന് യോജിച്ചൊരു കുടുംബം പോകണം. അത് തരിപ്പടിയായി കളയാൻ എളുപ്പം സാധിക്കും. പറഞ്ഞില്ല, ഈ മൺകുടം പോലെ ഇട്ടാൽ പൊടി പോകും എന്ന് പറഞ്ഞതുപോലെയാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഇന്ന് കാലം മാറിപ്പോയി. അന്ന് അവിടെ നിൽക്കടി എന്ന് പറയാൻ നിൽക്കും. ഇതിപ്പോൾ എൻ്റെ ഭാര്യയോട് പറയാണ്, ചേട്ടാ ഞാൻ വീട്ടിൽ പോവുക. എന്തിനാ പോയി, നീ കഴിഞ്ഞ ആഴ്ച പോയതല്ലേ, അതൊന്നും ചേട്ടൻ അറിയേണ്ട കാര്യമില്ല, ഞാൻ പോവുക. ഞാൻ വരുമ്പോൾ ഇവിടെ കാണണം, അതെനിക്ക് സൗകര്യപ്പെടില്ല. ഓക്കെ, അതതിൻ്റെ പാട്ടിൽ പോയി ഞാൻ എന്ത് ചെയ്യണത്? അപ്പോൾ അതാണ് അവിടെ.